ഇന്ത്യ അമേരിക്ക ബന്ധം സവിശേഷമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി എപ്പോഴും താൻ സൗഹൃദത്തിലായിരിക്കുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നു. എന്നാൽ ഇപ്പോൾ മോദി ചെയ്യുന്ന കാര്യങ്ങൾ തനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. ഇന്ത്യ ചൈനയ്ക്കൊപ്പം പോയെന്ന പരാമർശം ട്രംപ് ഒന്ന് തിരുത്തി. റഷ്യയിൽ നിന്നും ഇന്ത്യ എണ്ണ വാങ്ങുന്നതിൽ താൻ നിരാശനാണെന്നും വാർത്താ ഏജൻസിയോട് ട്രംപ് പറഞ്ഞു. I'll always be friends with Modi. He's great Prime Minister. He's great. I'll always be friends, but I just don't like what he's doing at this particular moment. But India and the United States have a special relationship. There's nothing to worry about. ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് കൃഷ്ണ ചെറിയാൻ തത്സമയം ചേരുന്നു. കൃഷ്ണ, ഗുഡ് മോർണിംഗ്. അവിട്ടം ദിന ആശംസകൾ കൂടി നേരുന്നു. ഓണമൊക്കെ എങ്ങനെ തകൃതിയായിട്ട് പോയോ? ഗംഭീരമായിരുന്നു എസ് കെ. വെരി ഗുഡ് മോർണിംഗ്. അവിട്ടം ദിന ആശംസകൾ എസ് കെനും. താങ്ക് യു. എന്താണ് നമ്മുടെ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അമേരിക്കയുടെ കാര്യം? മാത്രമല്ല, കഴിച്ചിട്ടിറക്കാനും വയ്യ തുപ്പാനും വയ്യ എന്നുള്ള രീതിയിലാണ് ഈ അമേരിക്കൻ പ്രസിഡന്റ് ഓരോ പ്രതികരണം കാണുമ്പോൾ. അതെ എസ് കെ, നമ്മൾ പണ്ടൊരു സിനിമയിലായിരുന്നു ഇഷ്ടമാണ് 100 വട്ടം പക്ഷേ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യയെ ഇഷ്ടമാണ് പക്ഷേ എന്ന് പറഞ്ഞൊരു 3 കുത്തിട്ട് വെച്ചിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ. അപ്പോൾ അദ്ദേഹം അതൊരു യു ടേൺ എടുത്തിരിക്കുകയാണ്. ഇന്ത്യക്കെതിരെ കടുത്ത വിമർശനം ഉന്നയിക്കുന്നു. ഇന്ത്യയുമായി ഇനിയൊരു ബന്ധം ആവില്ല എന്ന രീതിയിലൊക്കെയുള്ള പ്രഖ്യാപനങ്ങൾ വരുന്നു. അപ്പോൾ നമുക്കറിയാം, സാധാരണ ഈ പ്രണയ പരാജയവും ഒക്കെ ഉണ്ടാകുമ്പം പ്രണയിതാക്കൾ സ്റ്റാറ്റസ് ഒക്കെ മാറ്റി ഇടാറുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ഒരു സ്റ്റാറ്റസ് ആണ് ഇപ്പോൾ ട്രൂത്ത് സോഷ്യൽ ട്രംപ് നടത്തിയിരിക്കുന്നത്. ലുക്സ് ലൈക്ക് വി ഹാവ് ലോസ്റ്റ് ഇന്ത്യ ആൻഡ് റഷ്യ ടു ഡീപ്പസ്റ്റ് darkest China. May they have a prosperous ഫ്യൂച്ചർ ടുഗദർ. ഡൊണാൾഡ് ജെ ട്രംപ്. നമ്മൾ സാധാരണ നമുക്കറിയാം, പ്രണയപരാജയമൊക്കെ വന്നു കഴിയുമ്പോൾ അവരുടെ പുതിയ ആൾക്കാരുടെയൊക്കെ പടം ഇട്ടിട്ട് ഇനിയെങ്കിലും അവർ നന്നായി ജീവിക്കട്ടെ എന്നൊക്കെ പറഞ്ഞൊരു സ്റ്റാറ്റസ് ഒക്കെ പലരും ഇടാറില്ലേ എന്ന് പറഞ്ഞതുപോലെ അതിന് സമാന്തരമായ ഒരു സ്റ്റാറ്റസ് ആയിട്ട് നമുക്ക് തോന്നും. ഇവിടെ വ്ളാഡിമിർ പുടിനും ഷി ജിൻപിങ്ങും നരേന്ദ്രമോദിയുമായി നിൽക്കുന്ന ഈ ചിത്രം പോസ്റ്റ് ചെയ്തിട്ടാണ് എന്തായാലും ചൈനയോടൊപ്പം ഉള്ള ഇന്ത്യയുടെ ബന്ധം, റഷ്യയുടെ ബന്ധം കാണുന്നു. അവരെന്തായാലും നന്നായി ജീവിക്കട്ടെ, അവർക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാകട്ടെ എന്ന മട്ടിലാണ് ഈ ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത്. ഒപ്പം തന്നെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിൽ താൻ നിരാശനാണ് എന്ന് പറയുന്നുണ്ട്. ചൈനയുടെ കാര്യം ഇത്തവണ അത്ര കടുപ്പിച്ച് പറയുന്നില്ല. ഇതിന് തൊട്ടു മുൻപാണ് US വാണിജ്യ സെക്രട്ടറി ഹോവാർഡ് ലുട്നിക്ക് ചില കാര്യങ്ങൾ പറയുന്നത്. 1-2 മാസങ്ങൾക്കുള്ളിൽ ഇന്ത്യ മാപ്പ് പറഞ്ഞ് തിരിച്ചു വരും. അതായത് വ്യാപാര കരാർ കാര്യത്തിൽ ഇന്ത്യ ഒരു സമവായത്തിന് അമേരിക്കയുമായി ശ്രമിക്കും. ഇന്ത്യക്ക് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാകും. ഇപ്പോഴുള്ള കൂട്ടുകെട്ട് നല്ലതല്ല, ഇനിയും റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്തണം. ആ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തിയില്ലെങ്കിൽ ഇന്ത്യക്കുള്ള 50% അധിക തീരുവ തുടരും എന്നൊരു മുന്നറിയിപ്പ് കൂടി ഹോവാർഡ് ലുട്നിക്ക് നൽകിയിരുന്നു. അതിനുശേഷമാണ് ട്രൂത്ത് സോഷ്യലിലൂടെ ട്രംപിന്റെ ഈ ഒരു പ്രതികരണം വരുന്നത്. അതിനു മുൻപ് യുക്രൈൻ യുദ്ധം മോദിയുടെ യുദ്ധമാണ് എന്ന രീതിയിലുള്ള വിവാദ പരാമർശം US വ്യാപാര ഉപദേഷ്ടാവ് പീറ്റർ നവാരോ നടത്തിയിരുന്നു. തുടർച്ചയായി ഇന്ത്യക്കെതിരായ വിമർശനം നടത്തുന്ന വ്യക്തിയാണ് പീറ്റർ നവാരോ. പീറ്റർ നവാരോയുടെ പ്രതികരണത്തിനെതിരെ ഇന്ത്യ പ്രതികരിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ഇന്ത്യക്കെതിരെ ഒരു പരാമർശം നടത്തുന്നത് നല്ലതല്ല എന്നൊരു മുന്നറിയിപ്പ് വിദേശകാര്യ മന്ത്രാലയം നൽകിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ട്രംപ് ഒരു യു ടേൺ എടുത്തിരിക്കുകയാണ്. ഒരു വശത്ത് ട്രംപ് പറയുന്നു ഈ തരത്തിൽ ഇന്ത്യയുമായുള്ള ബന്ധം ഇന്ത്യയെ ഇഷ്ടമാണ്, ഇന്ത്യ അമേരിക്കയുടെ നല്ല പങ്കാളിയാണ് എന്നൊക്കെ പറയുമ്പോഴും ചില കാര്യങ്ങളിൽ ഇപ്പോൾ നരേന്ദ്രമോദിയുടെ പോക്ക് അത്ര ശരിയല്ല എന്ന് പറഞ്ഞു നിർത്തിയിരിക്കുകയാണ് ട്രംപ്. മറുവശത്ത് ഒരു സമവായത്തിനുള്ള ഒരു സാധ്യതയുടെ സൂചന കൂടി US വാണിജ്യ സെക്രട്ടറി നൽകുന്നുണ്ട് SKN. അപ്പോൾ നമുക്ക് കാര്യങ്ങൾ ഒരു ശുഭപര്യവസ്ഥായിലേക്ക് പോകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. 1-2 മാസങ്ങൾക്കുള്ളിൽ തന്നെ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഈ ഒരു വ്യാപാര തർക്കവും ആ ഒരു ശീതയുദ്ധ സമാനമായ ആ ഒരു സംഘർഷങ്ങളും ഒക്കെ ഒഴിവാകും എന്ന ഒരു സൂചനയിലേക്കാണോ പോകുന്നതെന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. SK. താങ്ക് യു കൃഷ്ണ ചെറിയാൻ.